നമസ്കാരം. വർഷങ്ങളായി സുദൃഢമായിട്ടുള്ള ബന്ധമാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ. ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ബൂമറാങ് ആയതോടെ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നത് നിർത്തി. അപ്പോഴും ചൈനയായിരുന്നു പാകിസ്ഥാന്റെ വിശ്വസ്ത പങ്കാളികൾ. പക്ഷേ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ചൈന തണുപ്പൻ മട്ടിലാണ് പ്രതികരിച്ചത്. തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യം ഈ രീതിയിൽ പ്രതികരിച്ചത് ശരിക്കും പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. പാകിസ്ഥാൻ ഒപ്പമാണെങ്കിലും ചൈന ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അവർക്ക് കോടികളുടെ നിക്ഷേപമാണ് പാകിസ്ഥാനിലുള്ളത്. ഒരു യുദ്ധം വന്നാൽ ഇതെല്ലാം വെള്ളത്തിലാവും. പക്ഷേ ഈ സാമ്പത്തിക താല്പര്യം മാത്രമല്ല, നയതന്ത്രപരമായ പല പ്രശ്നങ്ങളും പാകിസ്ഥാനും ചൈനയ്ക്കുമിടയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പാക് ഉപപ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചൈന സന്ദർശിച്ചപ്പോൾ തീർത്തും തണുത്ത പ്രതികരണമാണ് ബീജിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയുടെ പിന്തുണ തേടിയാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ 3 ദിവസത്തെ ചൈന സന്ദർശനത്തിന് തിരിച്ചത്. എന്നാൽ അദ്ദേഹം അവിടെ അപമാനിക്കപ്പെട്ടുവെന്നാണ് പാക് പ്രതിപക്ഷത്തെ ചിലരും പ്രമുഖ വ്ളോഗർമാരും പറയുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ രണ്ടാമന് ലഭിക്കുന്ന യാതൊരു സ്വീകരണവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ വിമാനത്താവളത്തിൽ ഒരു മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥനോ മന്ത്രിയോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയില്ല. സംഭവ സ്ഥലത്ത് കുറച്ച് ജൂനിയർ ഓഫീസർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപപ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം ചൈനീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഒരു ബസ്സിൽ കൊണ്ടുപോയി എന്നാണ് വാർത്തകൾ. സാധാരണയായി വിദേശാതിഥികൾക്ക് ആഡംബര ബുള്ളറ്റ് പ്രൂഫ് കാറുകളാണ് നൽകാറുള്ളത്. റെഡ് കാർപ്പറ്റ് ഇല്ലാത്തതും വിവാദമായി. പല പാകിസ്ഥാനികളും സ്വന്തം ഉപപ്രധാനമന്ത്രിയെ ട്രോൾ ചെയ്യുന്നുണ്ട്. ഇഷാഖ് ദർ ചൈനയിലെത്തിയതിൻ്റെ വീഡിയോ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ട്രോളായി മാറി. തങ്ങളുടെ ഉപപ്രധാനമന്ത്രി ചൈന സ്വീകരിച്ച രീതിയെ പരിഹസിച്ച് കുറിപ്പുകൾ, കമൻറ്റുകൾ വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. വെടിനിർത്തലിനായി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിക്കുന്നതിൽ ചൈനയ്ക്ക് ദേഷ്യമുണ്ടെന്ന് അടുത്തിടെ ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും ശതകോടികളുടെ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത്. തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവും ഉള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചത്. ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ 40% ഭൂമി വരുന്ന പ്രവിശ്യയിൽ പാക് പട്ടാളത്തെ പിന്തള്ളി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൊടി ഉയർന്നുവെന്നത് ഞെട്ടലോടെയാണ് ചൈനയും കാണുന്നത്. വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനുമൊക്കെയായി ബലൂചിസ്ഥാനിലെത്തിയ ചൈന ഇപ്പോൾ അവിടെ മടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന പോലെ ചൈന തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഔട്ട് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും വെച്ചിരിക്കുകയാണ്. അവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ബലൂജികൾക്ക് ചൈനയുടെ പരിശോധന കൂടാതെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. കടക്കണിയിലായ പാകിസ്ഥാനാകട്ടെ ഇതിലൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. $60 ബില്യൺ സാമ്പത്തിക ഇടനാഴി പണിയുന്നതും ചൈനയാണ്. ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഖ്വാദിർ തുറമുഖം ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ്. ഇത് പാകിസ്ഥാൻ ചൈനയ്ക്ക് 40 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം പിടിച്ചതിന് സമാനമായാണ് ഇവിടെ ചൈന പ്രവർത്തിച്ചത്. കടം തിരിച്ചു കൊടുക്കാൻ പാകിസ്ഥാന് കഴിയാതെ ആയതോടെ പോർട്ട് ചൈന ഏറ്റെടുത്തു. അതോടെ തദ്ദേശീയർ പ്രതിസന്ധിയിലായി. ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. സിന്ധിലും ഇതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ കറാച്ചിയിലെ 2 ദ്വീപുകൾ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. അതിനെതിരെയും പ്രദേശവാസികൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുമായി 2015 ചൈന മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. ഇത് പ്രകാരം ഖ്വാദർ, കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിനായി ചൈന വലിയ സാമ്പത്തിക സഹായം നൽകുന്നു. ദക്ഷിണേഷ്യൻ വ്യാപാരം സുഗമമാക്കുകയാണ് ലക്ഷ്യം. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചൈനയുടെ ഈ സാമ്പത്തിക താല്പര്യങ്ങളെല്ലാം വെള്ളത്തിലാവും. അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഒന്ന് പുറകോട്ടടിച്ച രീതിയിൽ പ്രതികരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയപരമായി ചൈന പാകിസ്ഥാനൊപ്പം തന്നെയാണ്. പക്ഷേ സാഹചര്യങ്ങൾ അവരെ വിലക്കുകയാണ്.